ഇന്നൊരു ബിരിയാണി കഥയാണ് കേട്ടോ. പുറത്ത് നല്ല മഴ. അപ്പം ബിരിയാണി കഴിക്കാനൊരു പൂതി. അങ്ങനെ പറഞ്ഞാൽ അത് നോണയായി പോയി കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ നിന്നപ്പോൾ വൈബ് പിടിച്ചാൻ വേണ്ടി മഴ പെയ്തു എന്ന് പറയുന്നതാവും സത്യം. അപ്പം അങ്ങനെ പൊരിച്ച് കോയിൻ്റെ ബിരിയാണിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. മഴൻ്റെ കലപില സൗണ്ടും പിന്നെ പാത്രത്തിൻ്റെ ചടപട സൗണ്ടും ഒക്കെപ്പാടൊരു മൊത്തം സൗണ്ട് വൈബാണ് കേട്ടോ. എന്നാലും ആ മഴയത്തൊരു ബിരിയാണി അതൊരു വേറെ തന്നെ ഒരു വൈബാണല്ലേ. അങ്ങനെ ബിരിയാണിൻ്റെ റെസിപ്പി ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികൾക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ബിരിയാണി ഉണ്ടാക്കണമെന്നുള്ള ആ മണം കിട്ടുമ്പോൾ തന്നെ ഓൾക്ക് വിശപ്പ് തുടങ്ങും. പിന്നെ ബിരിയാണി ആകുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂലല്ലോ. അത് ദമ്മൊക്കെ ഇട്ട് സാവധാനം വേണ്ടേ ആയി വരാൻ. അപ്പോൾ ആ വിശപ്പൊന്ന് മാറ്റാൻ വേണ്ടി ഞാനിതാ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിരിക്കണം കേട്ടോ. ഈ നീണ്ട സാധനത്തിന് എങ്ങനെ കഴിക്കും എന്ന് ആലോചിച്ച് അഥവാ പിന്നെ സെനിക്കുട്ടനെ കൈ വെച്ചിട്ട് വലിച്ചു വാരി തിന്നൽ തുടങ്ങിയിട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ബാക്കി ബിരിയാണി കഥകൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളതാണ്. പിന്നെ ഞാനുണ്ടല്ലോ ഒരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴാണ് എത്തിയത്. ഈ ഒരു ജനലിൻ്റെ ഭാഗത്താണ് കേട്ടോ ഞാൻ പാത്രം കഴിക്കണ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബോറായിട്ട് എനിക്ക് തോന്നിയിട്ട് കുറച്ച് ദിവസമായി. അപ്പം അതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞാൻ തപ്പി കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഓർഗനൈസർ. ഇത് ശരിക്കും സിങ്ക് ഓർഗനൈസർ അല്ല, പക്ഷേ ഞാനിത് ബാത്റൂം ഓർഗനൈസർ എന്ന് തപ്പിയപ്പോൾ അതിൽ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതങ്ങിട്ട് വാങ്ങിച്ചു. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള സാധനമാണ്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ ഷോർട്സ് കാണുന്നതെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇനി അതല്ല ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ട് ഓർഗനൈസർ? അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മാറ്റി ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് പ്ലേസ് ചെയ്തു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്തളി.